നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാവക്കാടുള്ള പാമ്പില്ല എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ്. ഒരുപാട് പേര് ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. വണ്ടികളൊക്കെ കാണാം. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നോക്കാം. പാമ്പിലിയുടെ എൻട്രൻസ് ആണ്. മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, മുളയൊക്കെ നട്ടുപിടിപ്പിച്ച് ഭയങ്കര ഭംഗിയായിട്ട് കാണാനുള്ളത്. ടിക്കറ്റ് കൗണ്ടർ 180 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് പോവുകയാണ്. ഫാമില്ല എന്നുള്ളൊരു ബോർഡും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, സ്പോട്ടൊക്കെ ഉണ്ട്. അതാണ് എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. ഗേറ്റാണ്. അവിടെ ഒരു പയ്യൻ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് ഫാമിലിയുടെ എൻട്രി പോയിൻ്റ്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ അവൻ നമ്മുടെ ടിക്കറ്റൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് 2-3 പ്ലാവിൻ്റെ ഇലയൊക്കെ എടുത്ത് തന്നു. ഇത് അവിടെ ഒരു ഒട്ടകം നിൽപ്പുണ്ട്. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതന്നെ അതിൻ്റെ അടുത്തേക്ക് പോവാണ്. ഒട്ടകത്തെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒട്ടകം എത്തിയിട്ടുണ്ട്. നമ്മൾ കൊടുത്തേക്കുന്നതൊക്കെ കഴിച്ചു. കയറി വരുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ഒട്ടകത്തെ കാണാം. പിന്നീട് ഈ സൈഡിലായിട്ട് 2-3 ഹോഴ്സുകൾ ഉണ്ട്. കുതിരകളെ കാണാം. കുതിരകൾക്ക് അതുപോലെ തന്നെ നമുക്ക് പുല്ല് തന്നു വിടും. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വെള്ളക്കുതിരയും ഒരു ബ്രൗണിഷ് ആയിട്ടുള്ളൊരു കുതിരയും തന്നെ ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ വരുന്നവരെല്ലാം അതിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവരെല്ലാം കഴിക്കുകയാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ പുല്ല് കൊണ്ടുവന്ന കൊച്ചു കുട്ടികളൊക്കെ അത് കൊടുക്കുകയാണ് ഇതിന്. എനിക്കത് കണ്ടീഷൻഡായിട്ടിരിക്കുന്ന ഹോഴ്സാണ്. നമ്മൾ കൊണ്ടുചെല്ലുമ്പോഴത്തേക്ക് അതിനറിയാം ഇങ്ങനെ ആഹാരം കൊടുക്കുകയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ എല്ലാം സന്തോഷത്തോടുകൂടി അത് മേടിക്കുന്നുണ്ട്. എന്താ ഇവിടെ വരുമ്പോഴത്തേക്കും 2 ഡോങ്കിയുടെ കുട്ടികളുണ്ട്. അതിൻ്റെ ഒരു 2 ഡോങ്കി കുട്ടികൾ, ഒരു വെള്ളയും ഒരു ബ്രൗണും ഉണ്ട്. എൻ്റെ ബാക്കിലായിട്ടൊരു എന്താ പറയുക, അതിൻ്റെ ഒരു കേവ് പോലെയുള്ള അതിന് താമസിക്കാനുള്ള ചെറിയ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തൊരു ചെറിയ കുതിര, ഏറ്റവും പൊക്കം കുറഞ്ഞ പോണി ടൈപ്പ് കുതിര ഉണ്ട്. അതിന് അതകത്തുനിന്ന് വെളിയിലോട്ട് വന്നില്ല. നമ്മൾ വരുന്നവരെ അതകത്ത് നിൽക്കുകയാണ്. എന്താ പറയുക, പൊക്കം കുറഞ്ഞ കുതിരയാണ് പോണി. അതെൻ്റെ കൂട്ടിനകത്ത് നിൽക്കുന്നു. ഇവിടെ നിന്നുള്ള മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ ഈ ഒരു ഫാമിലിയുടെ കാഴ്ചയാണിത്. കുട്ടികളൊക്കെ വന്ന് വളരെ ഹാപ്പി ആയിട്ട് ഇതിൻ്റെ കൂടെ എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ബുള്ളുണ്ട്. അതിനെ കാണാൻ വേണ്ടി പോയി നോക്കാം. ഇവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പോണ്ട്. ഇതിനകത്ത് ഓസ്ട്രേലിയൻ എന്നുള്ളൊരു പ്രത്യേകതയുള്ള പക്ഷികളാണ്, ബ്രൗൺ കളറുള്ള പക്ഷികൾ. അതിൻ്റെ കരയിലായിട്ട് ഇങ്ങനെ ഉണ്ട്. അരയണ്ണം പോലെയൊക്കെ ഇരിപ്പുണ്ട് അതിനെ കാണാൻ. അതിനത്ര കളറല്ല, ഇത് ബ്ലാക്ക് കളറാണ്. പക്ഷികളൊക്കെ കാണാൻ ഒരു ചെറിയ പോണ്ട്. ഒരു ചെറിയ കഫ്റ്റീരിയ ആ ഒരു ഏരിയയിലേക്ക് കയറി വരുമ്പോഴത്തേക്കുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടൊരു കഫ്റ്റീരിയ ഉണ്ട്. പിന്നെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഒരു ഫോട്ടോ വാള്, ബോർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു സ്ഥലത്ത് അവിടെ ആ സൈഡിൽ കാണാം. ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉണ്ട്. ഇതാണ് ആ ഒരു ഏരിയ, ഫോട്ടോ എടുക്കുന്നൊരു ഏരിയയാണിത്. ഇനി നമ്മൾ അങ്ങോട്ട് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് നടക്കുന്ന സമയത്ത് അവിടെ ഒരു സൈഡിലൊരു ബെഞ്ചിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇത് പലതരത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാണാം. അവിടെ ഒരു ആടുണ്ട്. പിന്നെ അതിൻ്റെ ആട് ഒരു പ്രത്യേക തരത്തിലുള്ള, കാണാനൊക്കെ നല്ല ക്യൂട്ടായിരിക്കും, ചെറിയൊരു ആട്. പിന്നെ ഒരു യമമുണ്ട്. അതിന് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമുക്ക് അവിടെ നിൽക്കുന്ന ഒരാൾ നമ്മുടെ കയ്യിലേക്ക് അതിന് വെച്ച് തരും. നമുക്കതിനെ യമൂന് കൊടുക്കാം, ഭക്ഷണം കൊടുക്കാവുന്നതാണ്. അത് വന്നിങ്ങനെ കൊത്തി നമ്മുടെ കയ്യിൽ നിന്ന് കഴിക്കും. ക്യാരറ്റ് വെച്ച് തരും അവർ. ആ ക്യാരറ്റിനെ വന്നത് കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകും. പലതരത്തിലുള്ള ആടുകൾ, പല വെറൈറ്റി ആയിട്ടുള്ള ആടുകൾ ഉണ്ട് അവിടെ കാണാം. പലതരത്തിലുള്ള ആടുകളുണ്ട്. പിന്നെ അടുത്ത് താറാവിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്തി. പലതരത്തിലുള്ള താറാവുണ്ട്. അതിൻ്റെ ബോർഡ് ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ തന്നെ എല്ലാത്തിൻ്റെയും ബോർഡുകളൊക്കെ ചെയ്ത് പ്രത്യേക രീതിയിലുള്ള ഒരു അതിന് കയറിപ്പോകാനുള്ള കൂടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താറാവിൻ്റെ പലതരത്തിലുള്ള താറാവുകളുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വെളുത്ത പ്രത്യേക രസത്തിലുള്ള താറാവുകളാണ്. ഇതൊരു ചൈനയിലുള്ളൊരു പക്ഷിയാണെന്ന് പറഞ്ഞു. അതിന് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലേക്ക് അതിനെ എടുത്ത് വെച്ച് തരും അവർ.
പല കളറിൽ ശരിക്കൊരു ടൊബി പോലെ ഇരിക്കും കാണാൻ. അത് വളരെ ചെറിയ കുട്ടി പക്ഷികളാണ്. ഇതാണ് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. നമ്മുടെ കയ്യിലിങ്ങനെ വെച്ച് തരും, കയ്യിലത് അനങ്ങാതിരിക്കുകയും ചെയ്യും. ഒരു പ്രത്യേക ഭംഗിയുള്ള പക്ഷികൾ പല കളറിൽ, യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ഒരു എന്താ പറയുക, ഈ കാണുന്ന കളറുള്ള പക്ഷിയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പക്ഷി, ഒരു ചൈനീസ് പക്ഷിയാണിത്. നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ നോക്കാൻ വേണ്ടി ഒരാളുണ്ട്, പുള്ളിയാണ് നമ്മുടെ അടുത്തേക്ക് കയ്യിലേക്ക് അതിനെ വെച്ച് തരുന്നത്. ഈ സൈഡിലെത്തുമ്പോൾ പല വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുക, എലികൾ പോലെയുള്ള സംഭവങ്ങളാണിത്. പല ടൈപ്പിലുള്ള മുയലിൻ്റെ ഒരു ഏരിയയിൽ മുയലുകൾ, പല കളറിലുള്ള മുയലുകളുണ്ട്. വൈറ്റ് മുയലൊക്കെയാണ് കാണാൻ വേണ്ടി, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടി, നല്ല വൈറ്റ് കളറുള്ള മുയൽ. ഫാമിലിയുടെ ടിക്കറ്റ് ചാർജ് 150 രൂപയാണ്. നമ്മൾ പൂർണ്ണമായിട്ടും ഇതിനകത്തുള്ള ഫാമിലുള്ള കാഴ്ചയാണ്. പലതരത്തിലുള്ള പൂച്ചകളാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഒരു 6-7 തരത്തിലുള്ള പൂച്ചകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരാൾ ഒരു പൂച്ചയെ എടുത്തിങ്ങനെ നമുക്ക് കയ്യിലൊക്കെ വെക്കണമെങ്കിൽ അവർ എടുത്ത് തരും. അങ്ങനെ ആളുണ്ട്, പൂച്ച വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത്. മങ്കി പോലിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഈ ഒരു ഏരിയ വന്നപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഓരോ തരത്തിലുള്ള പക്ഷികളെയൊക്കെ എടുത്ത് ആളുകളിങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്നത് കാണാം. എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി അവർ തന്നെ എല്ലാത്തിനെയും എടുത്ത് നമ്മുടെ തായ്ലൻഡിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് ഇതിനെ എല്ലാം എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാം. എന്തായാലും ഒരു വ്യത്യസ്തമായിട്ട് എക്സ്പീരിയൻസ്. നല്ല പാമ്പിനെയും കൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പാമ്പിനെ കൊണ്ട് ഫോട്ടോ എടുക്കുന്നു. പലതരത്തിലുള്ള ഇതിനെ കാണാൻ, നല്ല പക്ഷികളെ, മൃഗങ്ങളെ എല്ലാത്തിനെയും കാണാം. ഇതാണ് ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്ന ഒരു ജീവിയാണിത്. 20 മണിക്കൂർ ഉറങ്ങുമെന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ടപ്പോൾ ശരിക്കും സർപ്രൈസ് ആയിരുന്നു. കിടന്ന് ഇങ്ങനെ കാലൊക്കെ പൊക്കി വെച്ച് കിടന്ന് ഉറങ്ങുകയാണ്.